യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വചനങ്ങൾ വായിക്കാം. യോഹന്നാൻ 4:3 മുതൽ 8 വരെ. അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവൻ എത്തി. യാക്കോബ് തന്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിന്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിന്റെ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കാൻ തരുക എന്ന് പറഞ്ഞു. അവന്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ഇന്ന് നമ്മൾ ഗലീലയിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഇതിനെ കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം ഗലീലിയ ദ ഗ്ലോറി ഓഫ് ഹെവൻ, അതായത് സ്വർഗ മഹത്വം അല്ലെങ്കിൽ വെളിപാട് എന്നൊക്കെയാണ്. നമ്മള് ഈ തർക്കങ്ങളിൽ നിന്ന് വിമോചിതരാകും. ബാഹ്യവും ആന്തരികമായ തർക്കം, ചില വ്യക്തികള് ആത്മീയ വളർച്ചയില് ബാഹ്യമായ തർക്കങ്ങളെല്ലാം ഉപേക്ഷിക്കും, ആരോടും ഒന്നും തർക്കിക്കില്ല. പക്ഷേ അവരുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ തർക്കത്തിലാണ്. അവര് സംസാരിക്കില്ല അവരുടെ ഉള്ളിലുള്ള കാര്യം, പക്ഷെ ഉള്ളില് എല്ലാത്തിനുള്ള മറുപടികൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അടുത്ത പ്രാവശ്യം ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം, ഇങ്ങനെ കുറെ ചിന്തിച്ച് ചിന്തകൾ മുഴുവൻ പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോവുകയാണ്. പക്ഷെ ബാഹ്യമായി അവർ ആത്മീയരാണ്. അതുകൊണ്ട് കാര്യമില്ല. നമ്മളെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ തർക്കങ്ങൾ ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മൾ ഈ സ്വർഗീയ മഹത്വത്തിലേക്കും വെളിപാടിലേക്കും പ്രവേശിക്കുന്നത്. ആ പ്രവേശനത്തോടൊപ്പം തന്നെ ഈ പ്രവേശനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു ആത്മീയ യാത്ര നമ്മൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ ആത്മീയ യാത്ര അപ്പോഴേ നമ്മൾ തുടങ്ങുന്നുള്ളൂ. ആ തുടക്കം നമ്മളിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും നാട് ഇങ്ങനെ വചനത്തിൽ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ വചനത്തിന്റെ യാത്രയിലൂടെ നമ്മളൊരു ആത്മീയ യാത്രയിലാണ്. എന്നാൽ നമ്മൾ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അത് നമ്മൾ എളിമയോടുകൂടി എപ്പോഴും സ്വീകരിക്കുന്നു. ഈ ഒരു അവസരത്തിലാണ് നമ്മള് 6-ാം വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോ ക്ഷീണിതനാണ്. അങ്ങനത്തെ കിണറിന്റെ അവിടെ വിശ്രമിക്കുകയാണ്. ഈശോ സ്ട്രോങ് ആണ്. എങ്ങനെ? അവൻ ആദിയിൽ ഉണ്ടാക്കിയവനാണ്. യോഹന്നാൻ 1:1. യോഹന്നാൻ 1:1. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ ഒരു കാരണത്താൽ ജീസസ് സ്ട്രോങ് ആണ്. പക്ഷെ ജീസസ് വീക്കുമാണ്. അതെന്തുകൊണ്ടാണ്? യോഹന്നാൻ 1:14. യോഹന്നാൻ 1:14. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. മാംസത്തിലായതുകൊണ്ട് അവൻ ബലഹീനനുമാണ്, ക്ഷീണിതനുമാണ്. നമ്മൾ ഈ യാത്ര, ആത്മീയ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കും ഈ ആത്മീയമായിട്ടും അതുപോലെ ശാരീരികമായിട്ടും നമുക്ക് ക്ഷീണം അനുഭവിക്കും. കാരണം നമുക്ക് പൂർണ്ണമായിട്ടുള്ള മോചനം പ്രാപിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ക്ഷീണം ഉണ്ടാവും, ശാരീരികമായിട്ടുണ്ടാവും, ആത്മീയമായിട്ടും ഉണ്ടാവും. ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ ജീവിക്കണം. കാരണം ഈ യാത്ര തുടങ്ങിയ ശിഷ്യരോട് ഈശോ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വചനത്തിൽ ഒരു കാര്യം പറയുന്നു. അനേകം ആളുകൾ അവിടെ വരികയും പോകുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. ആ ഒരു വാക്ക് ശ്രദ്ധിക്കാം. അല്പം വിശ്രമിക്കാം എന്നാണ് പറയുന്നത്. അതിന് ഒത്തിരി ആത്മീയ അർത്ഥമുണ്ട്. അല്പം വിശ്രമിക്കാം. പ്രഭാഷകൻ 38:24. പ്രഭാഷകൻ 38:24. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. പ്രഭാഷകൻ 11:10. പ്രഭാഷകൻ 11:10.
മകനെ, പല കാര്യങ്ങളിൽ ഒന്നിച്ചിടപെടരുത്. കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിന്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. ലൂക്ക 21:34. ലൂക്ക 21:34. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും. ഈ ആത്മീയ യാത്രയിലും ഒരു തരം ജീവിത വ്യഗ്രത പാടില്ല. ഈ വിശ്രമം അടുത്ത യാത്രയിലേക്ക്, ആത്മീയതയുടെ ഓരോ തലങ്ങളുണ്ട്, ആ തലങ്ങളിലേക്കുള്ള ഒരു ഒരുക്കാണ്. അല്ലാതെ അതൊരു വിനോദമല്ല. ആരെങ്കിലും വിശ്രമം വിനോദമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അല്പവിശ്രമം എന്ന് പറയുന്നത്. വിനോദമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അവര് ലൗകികതയിലേക്കാണ് തിരിച്ചു പോകുന്നത്. അതിന് വേറൊരു ഭാഷ പറയുന്നത് അലസതയാണ്. അലസത പ്രകടിപ്പിക്കല്ല, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിശ്രമം, അത് ശാരീരികവും മാനസികവും ആത്മീയമായിട്ട് വേണം. അത് നയിക്കേണ്ടത് അടുത്ത യാത്രയിലേക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈശോ ആ വന്ന സമയം 6 മണിക്കൂറായിരുന്നു. അത് 6-ാം വചനത്തിലാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഈശോ നട്ടുച്ച നേരത്താണ് അന്ധകാരത്തിലായിരിക്കുന്നവരെ രക്ഷിക്കാൻ വരുന്നത്. അതൊരു തരം പാരഡോക്സ് ആണ്. പ്രകാശം വളരെയധികം ഉന്നതമായിരിക്കുന്ന സമയത്താണ് അന്ധകാരത്തിലായിരിക്കുന്നവരെ ഈശോ രക്ഷിക്കും. ഇതിനൊരു വേറൊരു ആത്മീയ അർത്ഥം നമ്മൾ കാനായിലെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞതാണ്. ഈശോ വരുന്നത് 6th age of the വേൾഡിലാന്ന് പറഞ്ഞു. 6-ാം യുഗത്തിലാണ്, ലോകത്തിന്റെ 6-ാം യുഗത്തിലാണ് വന്നതെന്ന് പറഞ്ഞു. യുഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞാണ്. ആദ്യത്തെ യുഗം ആദാം നോഹ വരെ, അതായത് ഇൻഫൻസി. രണ്ടാമത്തത് നോഹ മുതൽ അബ്രാഹം വരെ, ചൈൽഡ്ഹുഡ്. പിന്നെ അബ്രാഹം മുതൽ ദാവീദ് വരെ കൗമാരം, അഡോളസൻസ്. യൂത്ത്, യുവത്വം. വരെ പക്വതയിലേക്ക് വളരുന്ന സമയം. പിന്നെ 6-ാം യുഗം എന്ന് പറയുന്നത് വാർദ്ധക്യത്തിന്റെ സമയം. 7-ാമത്തത് നിത്യ ശാപത്തും അവസാനവും. ഇതില് 6-ാമത്തേലാണ് കർത്താവ് വരുന്നത്. എന്തിന്? ഈശോ എന്തിനു വന്നു? ഇനി നമ്മള് ഈ അധ്യായം ധ്യാനിക്കാൻ പോകുന്ന മുഴുവൻ ഈശോയുടെ പീഡാനുഭവത്തിനോട് കണക്ട് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. ഈ ഉറവ തന്നെയായവൻ ഉറവയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. അത് ശരിക്കും വെക്കാനല്ല, ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഈ കിണറിന്റെ അടുത്തിരിക്കുന്നത്. ഉറവ തന്നെയായ കർത്താവാണ് ഭൗതിക ഉറവയുടെ, അതായത് കിണറിന്റെ അരികേല്, അത് ചരിത്രത്തിന്റെ ആദ്യം മുതലുള്ള ഒരു കിണറിന്റെ അടുത്ത് ഇരിക്കുന്നത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഈ പറയുന്നതിനുള്ള ഒരു വചനം സക്കറിയ 13:1. സക്കറിയ 13:1. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. യോഹന്നാൻ 19:34. യോഹന്നാൻ 19:34. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ഈ സ്ത്രീ സൂചിപ്പിക്കുന്നത് സഭയെ കുറിച്ചാണ്. അതായത് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതായത് മാനുഷിക സഭ എത്തേണ്ടത് ദൈവിക സഭ അല്ലേ? സഭ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മാനുഷിക പരിമിതികൾ ഉണ്ടെങ്കിലും
നമുക്കൊക്കെ ദൈവിക സാധ്യതകളുണ്ട്. എത്ര പരിമിതികളുള്ള വ്യക്തികളാണ് നമ്മൾ സഭയുടെ അകത്തായിരിക്കെ ജീവിക്കുമ്പോഴും ബലഹീനരായിട്ടും ഈ ലോകത്തിൻ്റെതായ എല്ലാം കടന്നു വരുന്ന നമ്മുടെ പരിമിതികള് നമുക്കുള്ളപ്പോഴും തന്നെ അതിൽ നിന്നെല്ലാം വിമോചിപ്പിച്ച്, അതായത് സക്രിയ 13:1 പറയുന്ന പോലെ വിമോചിച്ചിട്ട് നമ്മുടെ ദൈവിക സാധ്യതയിലേക്ക് വളർത്താനാണ് കർത്താവ് വന്നിട്ടുള്ളത്. അതിനാണ് ആ ഒരു ദാഹമാണ് ഈശോയെ ആ കിണറിന്റെ അരികിലിരിക്കുന്നത്. അവരെല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് മത്തായി 8:11 പറയുന്നത്. മത്തായി 8:11 വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. ഇവിടെ ഈശോ എനിക്ക് കുടിക്കാൻ തരുക എന്ന് പറഞ്ഞു. ഇത് സൂചിപ്പിക്കുന്നത് അവസാനം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് കൂടി പങ്കുവെക്കാനാണ്. യോഹന്നാൻ 19:22. യോഹന്നാൻ 19:28. അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഈ ദാഹം, ആത്മാക്കളെ രക്ഷിക്കാനുള്ള ദാഹം നമുക്കുണ്ടോ ആത്മീയ ജീവിതത്തിൽ, യാത്രയില്? അങ്ങനെ ഒരു ദാഹം ഉണ്ടെങ്കിലേ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിന്റെ മനസ്സായിട്ട് ജീവിക്കണം. ക്രിസ്തുവിന്റെ മനസ്സുള്ളവർക്ക് ആത്മാക്കളെ രക്ഷിക്കാനുള്ള ആഗ്രഹം, അതിനുവേണ്ടി എന്ത് നാണക്കേട് സഹിക്കാനും എന്ത് സഹനങ്ങൾ ഏറ്റെടുക്കാനും എന്ത് ത്യാഗങ്ങൾ ഏറ്റെടുക്കാനും അവർ റെഡിയായി. അതിന് ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകണം. 1 കൊറിന്തോസ് 2:15. 1 കൊറിന്തോസ് 2:15. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവന് വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. റോമ 11:34. റോമ 11:34. എന്തെന്നാൽ ദൈവത്തിന്റെ മനസ്സറിഞ്ഞതാര്? അവിടുത്തേക്ക് ഉപദേഷ്ടാവായതാര്? ഇനി വചനം 8 നമ്മൾ വായിക്കുന്നു, അവന്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. അതായത് ഇവിടെ യേശു ഹി വാസ് ലെഫ്റ്റ് അലോൺ, അതായത് ഒറ്റയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒറ്റയാക്കപ്പെടുന്നത് അവസാനവും സംഭവിക്കുന്നതാണ്. ക്രൂശിലായിരിക്കുമ്പോഴും അവൻ ഒറ്റയ്ക്കാകാൻ പോവുകയാണ്. അതായത് ഈ യാത്രയിൽ വലിയ കൂട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അത് കുരിശിലെത്തുന്ന ആത്മീയ യാത്ര ആയതുകൊണ്ട് ഒറ്റയ്ക്കപ്പെടുമെന്നുള്ള ഒരു യാഥാർത്ഥ്യ വിചാരം ഉണ്ടാകണം. ഏശയ്യ 63:3 ആദ്യ ലൈൻ മാത്രം. ഏശയ്യ 63:3. മുന്തിരിച്ചക്ക് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി, ജനതകളിൽ ആരും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്വർഗീയ ആനന്ദം ഉണ്ടാകണമെങ്കിൽ കുരിശിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും എന്നുള്ളതും നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മുടെ ഒപ്പം ഉണ്ടാകുമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധ്യം സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിരാശയ്ക്ക് കാരണമാകില്ല. കാരണം നമ്മുടെ പ്രത്യാശ മുഴുവൻ ആരിലായിരിക്കണം? കർത്താവിൽ മാത്രമായിരിക്കണം. ഏശയ്യ 2:22, സങ്കീർത്തനം 118 8ഉം 9ഉം, സങ്കീർത്തനം 146 3. എങ്കിലും നമ്മുടെ ഒപ്പം ആരെങ്കിലും ദൈവം കൂട്ടിനായിട്ട് തളരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വിടും. അത് വലിയൊരു കൂട്ടായിരിക്കില്ല, ഒരു ചെറിയൊരു കൂട്ടമായിരിക്കും. അതിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തില് 26-ഉം 27 വചനത്തില് നമുക്ക് വായിക്കാം. യോഹന്നാൻ 19:26-ഉം 27-ഉം. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.